ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖം. ഇന്നിപ്പോൾ രാവിലെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് ബാൽക്കണിയിലെ ചെടികളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ താമസമാക്കിയിട്ട് ഒരു 3 മാസമായി. ഈ സമയം കൊണ്ട് വളർത്തിയെടുത്ത ചെടികളാണ് ഇതെല്ലാം. ആദ്യം ഞങ്ങൾ ഈ ചെടികളെല്ലാം കൂടി ഇങ്ങനെ നേരെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ബാൽക്കണിയിലൊന്നും വന്ന് നിന്നിട്ട് വ്യൂ ഒന്നും കാണാനുള്ള, അവിടെ നിൽക്കാനുള്ളൊരു സൗകര്യമില്ല. അപ്പോൾ ഈ ഒരു മരക്കഷ്ണമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെടികളൊക്കെ ഒരു സൈഡിൽ വെക്കാമെന്നും നമുക്കൊരു സൈഡിൽ നിൽക്കാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പണിക്കിറങ്ങിയത്. ഞാൻ ഈ ഉണങ്ങിയ ചെടികളൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതിൽ എവിടെയെങ്കിലും ഒരു പച്ചപ്പുണ്ടെങ്കിൽ അതിനൊന്നുകൂടെ നട്ട് നോക്കൂ കേട്ടോ, എങ്ങാനും തെഴുത്ത് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും പൂവിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തെഴുപ്പ് വരികയും പൂവിടുകയും ചെയ്യും. ഈ ചട്ടിയിലുള്ള ചെടിയുടെ ഇലയൊക്കെ ഒരു ഉണക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മൊത്തം മാറ്റിയിട്ട് റീപോട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഒരു 3 തൈ ആയിട്ട് ഞാൻ മാറ്റി നട്ടു, 3 ചട്ടിയിലോട്ട് മാറ്റി നടും. പിന്നെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇവർ നല്ല വൃത്തിക്ക് വളർന്നു വന്നോളും. ചെടി നടാനും കഴുകാനൊക്കെ സഹായിക്കാൻ ആത്തിക്കുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കത്രിക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും അവളുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഞാൻ എല്ലാ ചെടികളും എടുത്തിട്ട് മാറ്റും ആദ്യം തന്നെ. പിന്നെ റീപോട്ട് ചെയ്യാനുള്ള ചെടികളൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് മണ്ണ് നിറച്ച് സെറ്റാക്കുന്നത്. കാരണം ഇവിടെ ഏതായാലും നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. വേസ്റ്റൊക്കെ എടുത്ത് കളയും. അതേപോലെ തന്നെ ഈ മണ്ണൊക്കെ ലാസ്റ്റിൽ മൊത്തം ഒന്ന് അടിച്ചു വാരിയിട്ട് ഇവിടെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാറാണ്. എൻ്റെ ചെടികൾ കൂടുതലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നന്നായിട്ട് വളരുന്ന ചില ചെടികളൊന്നും എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പിടിച്ചു കിട്ടുന്നില്ല. അതല്ലേലും ചെടികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ പറിച്ചു നടലും വേര് പിടിക്കലും ഒക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമ്മളൊരിടത്ത് ഉറച്ചു പോയാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. എല്ലാ ചെടികളും എടുത്ത് മാറ്റി വെച്ചേ പിന്നെ ഇവിടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് കഴുകിയിട്ടാലും 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ തന്നെ ആവും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു സിമെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്ന്, അതുകൊണ്ട് നല്ല പൊടിയാണ് ഇവിടെ നിന്ന്. ആ പ്ലാന്റ് എന്തോ എടുത്ത് മാറ്റിയിട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഒരു ആശ്വാസമുണ്ട് പൊടി വരുന്നതിനൊക്കെ. നമ്മളിപ്പോൾ എന്നും ക്ലീൻ ചെയ്യണമെന്നോ മേക്ക് ഓവർ ചെയ്യണമെന്നോ വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം സമയമെടുത്ത് നമ്മളത് മൊത്തം പണിയും കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഇതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതും. എനിക്ക് നല്ല കാമായിട്ട് അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ചെടികളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ നോക്കി നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്താ ചെയ്തതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. ഇതൊന്നുമില്ല, വെറുതെ ഒരു അയലിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ആദ്യം നമ്മൾ ഈ അയലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും ഒരു സൗകര്യമില്ലാതെ ആയപ്പോൾ അയൽ ജസ്റ്റ് ഒന്ന് മാറ്റി. അപ്പം ഞാൻ അവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് കൊടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ ബാൽക്കണിയൊക്കെ സെറ്റാക്കി വന്നപ്പോൾ ഞാനിവിടെ ഓൺലൈനിൽ കുറച്ച് പെബിൾസ് മേടിച്ചായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഈ ബോട്ടിലിൽ റെഡി ആക്കിയിട്ട് മണി പ്ലാന്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്റ്റാൻഡിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ടാറ്റാ ബൈ.